റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് ഈ വർഷം മലയാളത്തിൽ ഇറങ്ങിയ സിനിമയാണ് നരിവേട്ട. ഡയറക്ട് ചെയ്തിരിക്കുന്നത് അനുരാജ് മനോഹർ, അഭിനയിച്ചിരിക്കുന്നത് ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂടൊക്കെയാണ്. പിന്നെ ഇതിൽ ചേരൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് മുത്തങ്ങ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സമരത്തിനെയാണ് ഇതിൽ ബേസ് ചെയ്തിരിക്കുന്നത്. സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൽ ടൊവിനോയുടെ ക്യാരക്ടർ, നായകന്റെ ക്യാരക്ടർ, അയാൾ പരീക്ഷയ്ക്ക് എഴുതി എങ്ങനെയെങ്കിലും നല്ല ജോലി മേടിക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. അങ്ങനെ പല പരീക്ഷയ്ക്കും പല പോസ്റ്റുകൾ വന്നിട്ടും ഇയാൾക്ക് അതിലും നല്ലത് വേണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു കോൺസ്റ്റബിൾ പരീക്ഷ എഴുതി ഇയാൾ ജയിക്കുകയാണ്. അതിനുവേണ്ടി ഇയാൾക്ക് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ പോകുന്നു. ആ പോകുന്ന സ്ഥലത്ത് ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ വീണ് വേണം എന്നുള്ള ആവശ്യത്തിന് വേണ്ടി അവർ അവിടെ സമരം ചെയ്യുകയാണ്. അപ്പൊ അതിൽ പോലീസുകാർ അവിടെ ക്യാമ്പിൽ നിന്നുള്ള ഈ നായന്റെ ക്യാരക്ടർ ഒരു ക്യാമ്പിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ക്യാമ്പിൽ നിന്ന് പോലീസുകാരെ അവിടേക്ക് ഇറക്കിയാണ്. അവിടെ വെച്ച് ഈ പ്രൊട്ടസ്റ്റുകാരെ അടക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന സംഭവങ്ങൾ, അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു പക്ക സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സിനിമ ബേസ് നോക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല റിയൽ ഇൻസിഡൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തീവ്രത എത്രത്തോളമാണ് നമുക്ക് കണ്ടിരിക്കാൻ ഒരു നല്ല സിനിമയായിട്ട് തോന്നി. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ആക്ടർ ആയിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നി. ടോവിനോയുടെ ആക്ടിങ് എവിടേക്കോ എന്തോ നമുക്ക് പുള്ളി ഇപ്പൊ കുപ്രസിദ്ധ പതിയിലെ ചെയ്യുന്ന പോലത്തെ ഒരു പാവം പിടിച്ച ക്യാരക്ടർ ആ ഒരു റോളിലേക്കാവുന്നു. പക്ഷെ ഇയാളുടെ ക്യാരക്ടർ അങ്ങനെ അല്ല. ഇയാളുടെ ക്യാരക്ടർ കുറച്ച് സ്വാർത്ഥതയുള്ള, എന്നാൽ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ എവിടേക്കോ ഇയാൾ പാവത്തരം കാണിക്കാൻ നോക്കുന്ന രീതിയിലൊരു ക്യാരക്ടർ, എന്താണെന്ന് ശരിക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ അതാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത്. സിനിമ എന്നുള്ള രീതി നോക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇങ്ങനത്തെ റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്ത് സിനിമകൾ കാണാൻ താല്പര്യം നമുക്ക് ഉറപ്പായിട്ടും കണ്ടു നോക്കാവുന്ന സിനിമയാണ്. ഒന്ന് കണ്ടു നോക്കാം.